ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഷോപ്പിങ്ങിന് പോകുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് പോകുന്നത് സൂഡിയോയിലാണ് കേട്ടോ. അപ്പോൾ ഡൽഹിയിൽ ആദ്യമായിട്ടാണ് ഞാൻ സൂഡിയോയിൽ പോകുന്നത്. അങ്ങനെ സൂഡിയോയിലെത്തി അകത്ത് കയറി ഡ്രസ്സൊക്കെ നോക്കി, നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് വിൻ്ററിൻ്റെ ഡ്രസ്സായിരുന്നു കൂടുതലുള്ളത്. എങ്കിലും കുറേയൊക്കെ ഡ്രസ്സ് നമ്മളെടുത്തു. പിന്നെ നോക്കിയപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷനിലോട്ട് ചാടി വീണു. നമ്മൾ ഗേൾസിനുള്ള പരിപാടിയാണല്ലോ, അങ്ങനെ കുറേ ലിപ്സ്റ്റിക്കൊക്കെ വാരിയെടുത്തു. പിന്നെ നെയിൽ പോളിഷൊക്കെ നോക്കി. അങ്ങനെ അവിടെ നിന്ന് നെയിൽ പോളിഷൊക്കെ എടുത്ത് നമ്മൾ എന്നെ ഇടയ്ക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്നെ ഒന്ന് കാണിച്ചേക്കുന്നു. പിന്നെ നമ്മൾ പെർഫ്യൂമിൻ്റെ സെക്ഷൻ പോയി, പെർഫ്യൂമൊക്കെ എടുത്തു. പിന്നെ പോകുന്ന ഷൂസാണ് കേട്ടോ. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഷൂസിൻ്റെയൊക്കെ കളക്ഷൻ ഒരുപാടുണ്ടായിരുന്നു. നല്ല സെലക്ഷനായിരുന്നു. നോർമൽ ചപ്പൽസും ഹീൽസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സൂപ്പറായിരുന്നു. നല്ല അടിപൊളി കളക്ഷനാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇടയ്ക്കൂടെ ഞാൻ വീണ്ടും എന്നെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെടുത്ത ഡ്രസ്സുമായിട്ട് ഡ്രസ്സിങ് റൂമിലോട്ട് പോയി. ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഷോഫാണിത്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു ഡ്രസ്സെല്ലാം. പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകാൻ തുടങ്ങി. അവിടെ ടോപ്പും കുർത്തീസ്, വൺ പീസ്, ആ ഒരു സെക്ഷനായിരുന്നു. അവിടെ നിന്നൊന്നും എടുത്തില്ലെങ്കിലും നമ്മളെല്ലാ ഡ്രസ്സും നോക്കി. അവിടെ നിന്നൊരു നൈറ്റ് ഡ്രസ്സ് എടുത്തു കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതും ഷോഫ് കാണിക്കുകയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ ബോയ്സിൻ്റെ സെക്ഷനിലോട്ട് പോയി. ഒന്നും മേടിക്കാനില്ല എങ്കിലും നമ്മൾ കാണാൻ പോയി. അവിടെ ബോയ്സിൻ്റെ കളക്ഷൻ സൂപ്പറായിരുന്നു. ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ ഷൂസ് എല്ലാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് മാർക്കറ്റിലായിരുന്നു കേട്ടോ. അങ്ങനെ മാർക്കറ്റിൽ പോയി അവിടെ കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കി. അവിടെ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നപ്പോൾ 50 രൂപ എന്നുള്ളൊരു കട കണ്ടു. ഏതെടുത്താലും 50 രൂപ. അങ്ങനെ 50 രൂപ കടയിൽ കയറി കുറേ സാധനമൊക്കെ മേടിച്ചു. അതിനുശേഷം ബാഗ് മേടിക്കാനായിട്ട് പോയി. അങ്ങനെ ബാഗ് കളക്ഷനും സൂപ്പറായിരുന്നു. അങ്ങനെ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനായിപ്പോയി. അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്തു. പിന്നെ നമ്മളിങ്ങനെ റോഡ് സൈഡിലായതുകൊണ്ട് രണ്ട് സൈഡിലും ഡ്രസ്സിൻ്റെ കളക്ഷൻ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ വെറുതെ നോക്കി 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 പോവായിരുന്നു. ഇതൊക്കെ വില കുറവാണ്, നല്ല റേറ്റ് കുറവാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല തുണിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചുമ്മാ ചെന്നിങ്ങനെ നോക്കും, പക്ഷെ വാങ്ങിയതൊന്നുമില്ല. അതിനുശേഷം നമ്മൾ വാളറ്റിൻ്റെ കടയിലോട്ട് പോയി. അവിടെ നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ 200 രൂപയൊക്കെ ഉള്ളൂ ടീഷർട്ട്. അങ്ങനെ വിശന്ന് തളർന്ന് നമ്മൾ പിസയും മേടിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.